ഹലോ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഫേഷ്യലിനെ കുറിച്ചാണ്. കുറച്ച് പേർക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട് ഫേഷ്യലിനെ പറ്റി. എനിക്കിവിടെ വരുന്ന കുറച്ച് കസ്റ്റമേഴ്സിൽ നിന്നുണ്ട് കുറച്ച് ഡൗട്ട്സ്. അപ്പൊ അതൊരു വീഡിയോ പോലെ എടുക്കാന്ന് വിചാരിച്ചു. എല്ലാവർക്കും, കുറച്ച് പേർക്ക്, എല്ലാവർക്കും എന്ന് പറയുന്നത് കുറച്ച് പേർക്കുള്ള ഡൗട്ട് ആയിട്ടോ സ്കിൻ വലിയുന്ന പോലെയോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസിന് വരുമോ എന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. ഫേഷ്യൽ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ക്ലെൻസിങ്, സ്ക്രബ്, മസാജ്, പാക്ക്, അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് വരുന്ന ഒരു ട്രീറ്റ്മെന്റ്. എന്തിനാ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? സ്കിന്നിൽ നിന്നുള്ള റിങ്കിൾസ് വരാതിരിക്കാൻ. ഒരു ഏജ് ഒക്കെ കുറച്ച് ആവുമ്പോൾ സ്കിന്നിന് റിങ്കിൾസ് വരും. അത് നമ്മൾ ഫസ്റ്റിലേ റിക്കവർ ചെയ്ത് പോവുകയാണെങ്കിൽ സ്കിന്നിന് റിങ്കിൾസ് വരില്ല. അപ്പൊ റിങ്കിൾസ് വരാതിരിക്കാനും സ്കിന്നിന് ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും സ്കിന്ന് നല്ലൊരു നീറ്റായിട്ട് സ്മൂത്തായിട്ട് ഇരിക്കാനും പിന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയി സ്കിന്നൊന്ന് ഹെൽത്തി ആവാനും ഇതൊക്കെ വേണ്ടിയാണ് ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്നിന് ഒരു മാറ്റം വരും. അപ്പം പെട്ടെന്ന് ഫേഷ്യൽ ചെയ്തുകൊണ്ട് മാറ്റം വരുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഒരു ചെറിയൊരു മാറ്റം അല്ലെങ്കിൽ ചെറിയൊരു ഗ്ലോ വരും. നമ്മൾ എപ്പോഴും ഫേഷ്യൽ ചെയ്താലും സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള ഫേഷ്യൽസ് എപ്പോഴും സെലക്ട് ചെയ്യാൻ നോക്കാം. അവിടെ ഇപ്പം ഒരു സലൂണിലാണ് പോകുന്നതെങ്കിൽ അവർ തീർച്ചയായും സ്കിൻ അനലൈസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഫേഷ്യൽ ചെയ്ത് തരണം. അത് ഒരിക്കലും നമ്മുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം വരില്ല. അപ്പൊ നല്ലൊരു സലൂൺ ആണെങ്കിൽ സ്കിൻ ടൈപ്സ് നോക്കും. ഒരാളുടെ സ്കിന്നിന് ഇപ്പോൾ ഓയിലി ആണോ, ഡ്രൈ ആണോ, കോമ്പിനേഷൻ ആണോ, സ്കിന്നിന് എന്തെങ്കിലും പിമ്പിൾസ് ഉണ്ടോ, റാഷസ് ഉണ്ടോ, ഇതൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ അലർജറ്റിക് ആണോ, ഇതൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും ഫേഷ്യലിലോട്ട് കിടക്കാം. അതായത് ഫേഷ്യൽ ചെയ്ത് ഫേസ് നല്ല വെളുത്ത് തുടിക്കാം അങ്ങനെയല്ല. നമ്മൾ ഓരോ ഘട്ടത്തിലും എല്ലാ മാസവും കൃത്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എപ്പോഴും നല്ലൊരു മാറ്റം ഫീൽ ചെയ്യും. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് റിസൾട്ട് ഭയങ്കരമായിട്ട് കിട്ടിയില്ലെങ്കിലും സെക്കൻഡ് ഓർ തേർഡ് റിസൾട്ട് ആകുമ്പോഴേക്കും നല്ലൊരു റിസൾട്ട് നേച്ചുറലി കിട്ടും. അപ്പം ഫേഷ്യൽ ഒരു കെമിക്കൽ പ്രോഡക്റ്റ് അല്ല. ഫേഷ്യൽ സ്കിന്നിന് നല്ലതാണ്, സ്കിന്നിന് ഹെൽത്തി ആക്കും, സ്കിൻ എപ്പോഴും ഫ്രഷ്നെസ് ആയിട്ട് ഇരിക്കും. ബ്ലീച്ച് അധികവും ഒഴിവാക്കാൻ നോക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഫേഷ്യലിന്റെ കാര്യത്തിൽ ആർക്കൊരു ഡൗട്ട് വേണ്ട. ബൈ ബൈ.